റോയൽ എൻഫീൽഡ് തണ്ടർബേർഡിൻ്റെ റിവ്യൂസ് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഇത് തണ്ടർബേർഡിൻ്റെ ഒരു യൂസ്ഡ് തണ്ടർബേർഡിൻ്റെ 1,10,000 കിലോമീറ്റർ ഓടിയ വണ്ടിയുടെ ഒരു റൈഡിങ് റിവ്യൂ ആണ് കേട്ടോ. ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. അപ്പോൾ എപ്പോഴും റോയൽ എൻഫീൽഡ് പറഞ്ഞ വണ്ടി അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്ത് കൊണ്ടു നടക്കുകയെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 വർഷം അതിന് എൻജിൻ ലൈഫ് ഉണ്ടാവുമെന്ന് പ്രൂവ് ചെയ്തൊരു വണ്ടിയാണത്. ഇപ്പോൾ 2014 മോഡലാണ് ഞാൻ ഉപയോഗിക്കുന്നത് തണ്ടർബേർഡ്. ഇപ്പോൾ 2014 എടുത്തിട്ടുള്ള ഈ വണ്ടി ഇപ്പോൾ 2025 അതായത് 11 വർഷമായി. അപ്പോൾ ഇതുവരെ ഈ വണ്ടിയുടെ എൻജിൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പം 1,00,000 സംതിങ് കിലോമീറ്റർ, അതായത് 1,10 ഇപ്പം മീറ്റർ ഇപ്പോൾ സ്റ്റക്കാണ്. 1,10 മീറ്റർ സ്റ്റക്കായിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഓടി എന്നാലും. അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഏത് വണ്ടി ഉണ്ടെങ്കിലും കൂടി ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി തണ്ടർബേർഡാണ്. അതിന് എനിക്ക് കൂടുതലായിട്ട് കംഫർട്ട് തോന്നിയിട്ടുള്ള വണ്ടി തണ്ടർബേർഡാണ്. അതിപ്പോൾ റൈഡിങ് കംഫർട്ടാണെങ്കിലും അപ്പോൾ നമുക്കൊരു സീറ്റിംഗ് കംഫർട്ടാണെങ്കിലും അപ്പോൾ ഷോൾഡർ പെയിൻ ഇല്ലാതെ എത്ര ലോങ് വേണം. ലോങ് ഒന്നും ഞാൻ അതിൽ പോകാറില്ല, എന്നാലും ലോങ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ സ്ട്രെയിൻ ചെയ്ത് മസിൽ പിടിച്ച് പോകണ മാതിരി പോകണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് കേട്ടോ. തണ്ടർബേർഡ് പറഞ്ഞാൽ ഒരു ക്രൂസർ സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ ചില ആളുകൾക്ക് ഒരു സിറ്റി കൺട്രോളിങ് ഒരു ബുദ്ധിമുട്ടായി തോന്നാറുണ്ട്, കാരണം ഇതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ അവർ ഇതുകൊണ്ട്. അപ്പോൾ അതിന് പറ്റിയ വണ്ടി നിങ്ങൾക്ക് സിറ്റി ഡ്രൈവിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത് തണ്ടർബേർഡ് എക്സ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഷോർട്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അത് ക്രൂസിങ്ങിന് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ ക്ലാസിക്കൊക്കെ ഒരു 50ൻ്റെ മുകളിലാണല്ലോ പിന്നെ ടോപ്പ് ഗിയറിലേക്ക് പോകാൻ പറ്റുക. അപ്പം എല്ലാ തണ്ടർബേർഡും ഞാൻ പറയില്ല കേട്ടോ, എല്ലാ തണ്ടർബേർഡൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. തണ്ടർബേർഡൊക്കെ കോമൺ ആയിട്ട് തണ്ടർബേർഡാണ് ക്ലാസിക് ആണെങ്കിലൊക്കെ നമുക്ക് സെയിം ക്രാങ്ക് വെയിറ്റ് തന്നെയാണ് വരുന്നത്. 8,400 8,500 റേഞ്ചിലാണ് ക്രാങ്ക് വെയിറ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോ സ്പീഡ് കപ്പാസിറ്റി എല്ലാത്തിനും പിന്നെ സെയിം തന്നെ ആയിരിക്കും. പക്ഷേ എന്നാലും ഡിപ്പെൻഡ് ചെയ്യുന്ന അതിൻ്റെ സർവീസും അതിൻ്റെ കാർബറേറ്ററിൻ്റെ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഡിസ്ക് ബ്രേക്ക്, ബാക്ക് ഡിസ്ക് ബ്രേക്കാണ്, ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക് ജാമിങ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് മഴക്കാലങ്ങൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുരായിട്ട് ഒരു 45 റേഞ്ചിൽ നിങ്ങൾക്ക് ടോപ്പ് ഗിയറിൽ പോകാൻ പറ്റും കേട്ടോ. വല്ലാതെ ഗിയർ ചേഞ്ചിങ് എനിക്ക് ആവശ്യം വരാറില്ല. അപ്പോൾ ഞാനങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്നൊന്നും പറയരുത്. ഞാനൊരു മെക്കാനിക് ആയതുകൊണ്ടാണ് ഈ ഒരു ഭാഷ സംസാരിക്കുന്നതെന്ന് ഈ രീതിയിൽ കാണുന്നതെന്ന് ചില ആളുകൾ കമൻറ്റ് അടിക്കാറ്. വണ്ടി ഓടിക്കാൻ ഒരു കമൻറ്റ് കണ്ടു ഞാൻ, വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന ആളൊക്കെ അറിയായിരിക്കും, എനിക്കറിയില്ലായിരിക്കാം, എന്നാലും എൻ്റെ അറിവാണെങ്കിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ റോയൽ എൻഫീൽഡ് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പേഴ്സണലായിട്ട് ഹാർലി ഡേവിഡ്സൺ ആ ഒരു കാറ്റഗറി സ്പോർട്ട് വണ്ടികളെല്ലാതും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ വണ്ടികളും ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അല്ല റോയൽ എൻഫീൽഡ് മാത്രം ഉപയോഗിച്ചിട്ട് റോയൽ എൻഫീൽഡ് മാത്രം ഹൈലൈറ്റ് ചെയ്തോ അല്ലെ പിന്നെ താഴ്ത്തി കെട്ടിയോ ഒന്നും സംസാരിക്കുന്നില്ല. റോയൽ എൻഫീൽഡ് എപ്പോഴും അതിൻ്റെ വർത്താണ്. ആ ഒരു വിലക്കനുസരിച്ചുള്ള മൂല്യം റോയൽ എൻഫീൽഡ് നമുക്ക് തരുന്നുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ ഏതൊരു വണ്ടിയിലോട്ട് പോവുകയാണെങ്കിലും, ഇപ്പോൾ വലിയ വണ്ടികളൊക്കെ പോവുകയാണെങ്കിലും, പ്രീമിയം വണ്ടിയിലേക്ക് ബൈക്കിലേക്ക് പോവുകയാണെങ്കിലും ആ ഒരു വിലക്കുള്ള ഒരു മൂല്യം അതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 10, 15, 20 ലക്ഷം രൂപ എടുത്തൊരു ബൈക്ക് വാങ്ങിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ആ വണ്ടിയെ നോക്കിയിട്ട് ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഇത്ര വലിയ സാധനം ഇതിലുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ 1.5 ലക്ഷം 2 ലക്ഷം രൂപ വെച്ച് അല്ലെങ്കിൽ 4-5 ലക്ഷം രൂപ എടുത്ത് റോയൽ എൻഫീൽഡിൻ്റെ മാക്സിമം പോകുന്നത് സൂപ്പർ മെറ്റിയോർ ആണല്ലോ. ആ ഒരു കാറ്റഗറിയിൽ വെച്ച് നോക്കുമ്പം വെർത്താണെന്ന് തന്നെ പറയാം. അതിൻ്റെ എല്ലാ ഒരു അഡ്വാൻറ്റേജും അതിലെല്ലാം നമുക്ക് പൈസ കൊടുക്കുന്ന ഒരു മൂല്യം റോയൽ എൻഫീൽഡ് വണ്ടി നമുക്ക് തരുന്നുണ്ട്. പിന്നെ എല്ലാവരും തുരുമ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, കാരണം റോയൽ എൻഫീൽഡ് കംപ്ലീറ്റ് മെറ്റൽ പാർട്സ് ആണ്. പിന്നെ ബാക്കിയുള്ള ബൈക്കുകളെ മാതിരില്ല ഫൈബർ ബോഡി ഒന്നും തന്നെ റോയൽ എൻഫീൽഡ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ ജെ സീരീസിലെ കുറേ പാർട്സുകൾ ഫൈബർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നിരുന്നാലും കൂടി ബാക്കിയുള്ള ബൈക്കുകളുമായി ഒരിക്കലും റോയൽ എൻഫീൽഡിനെ കമ്പയർ ചെയ്യരുത്. റോയൽ എൻഫീൽഡ് ട്രഡീഷണൽ ആയിട്ട് ആളുകൾ ഭയങ്കര ക്രേസായിട്ട് ഉപയോഗിക്കുന്ന, അതായത് ഒരു പാഷനാണ് റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്നതുകൊണ്ട് തന്നെ ഫുൾ മെറ്റൽ പാർട്സ് ഏത് സാധനമായാലും മഴയത്തും അനാവശ്യമായിട്ട് മഴയത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഏതൊരു വണ്ടി റോയൽ എൻഫീൽഡ് മാത്രമല്ല ഹാർലി ഡേവിഡ്സൺ അടക്കി തുരുമ്പിടിക്കുന്നത് ബാക്കിയുള്ള വണ്ടിയൊക്കെ തുരുമ്പിടിക്കുന്നത് നേരിട്ട് വീഡിയോയിലെടുത്ത് കാണിച്ചു തരാട്ടോ ഞാൻ. അപ്പോൾ റോയൽ എൻഫീൽഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതൊരു വിദേശ വണ്ടികൾ എടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ടും അഡ്വാൻറ്റേജ് പറയാനുള്ളത് ഏതൊരു വണ്ടി ഇപ്പോൾ പുതിയ ബ്രാൻഡുകൾ പോയി എടുത്തു കഴിഞ്ഞാലും പിന്നെ നിങ്ങൾക്കിതിൻ്റെ സർവീസ് ഭയങ്കര വിഷയമായിരിക്കും. അപ്പോൾ നമ്മളൊരു വണ്ടി ഇപ്പോൾ എൻ്റെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, ഈ ഹ്യോസിങ്ങിൻ്റെ അഖില 650 എന്ന് പറഞ്ഞ വണ്ടി. അതേമാതിരി ഹ്യോസിങ്ങിൻ്റെ ST7 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി എന്നൊക്കെ വണ്ടി നല്ല വണ്ടിയാണ്, ഒരു രക്ഷയില്ലാത്ത വണ്ടികളാണ് അതൊക്കെ. 75 bhp പവർ വരുന്ന ഒരു ക്രൂസർ വണ്ടിയാണ് ഹ്യോസിങ്ങിൻ്റെ അഖില 660 എന്ന് പറഞ്ഞ്. പക്ഷേ അതിൻ്റെയൊക്കെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു റൈഡ് പോകാനൊന്നും പറ്റില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പാർട്സ് ഒരു സ്ഥലത്തും കിട്ടില്ല, അതിൻ്റെ സർവീസ് ഒരു സ്ഥലത്തും കിട്ടില്ല എന്നുള്ളതാണ്. പാർട്സ് അവൈലബിലിറ്റിയാണ് ഇപ്പോഴൊക്കെ കുറേന്ന് ഡയറക്റ്റ് നമ്മൾ സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ഉള്ളത് കൊണ്ട് തന്നെ റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുരുക്കി ഒരു നാടൻ ഭാഷയിൽ പറയുകയാണ് മുറുക്കാൻ കടയിൽ രണ്ട് സ്പെയർ കിട്ടുമെന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പിന്നെ ഏതൊരു സാധാരണ വർക്ക്ഷോപ്പുകാർ ഇപ്പോൾ ഇതൊരു വണ്ടീൻ്റെ അത്യാവശ്യം വർക്കുകളൊക്കെ എടുക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് റോയൽ എൻഫീൽഡ് എല്ലാവരും ഒരു ടൂറിങ് ആയിട്ടും ഒരു ട്രിപ്പ് പോകുന്ന വണ്ടിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ റൈഡിങ് കംഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വണ്ടിക്കും അത് അവകാശപ്പെടാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ എൻജിൻ്റെ സ്മൂത്ത്നെസ്സിൽ മാത്രം ഒന്നുമല്ല കാര്യം, വളരെ റീഫൈൻഡ് ആയിട്ടൊരു എൻജിൻ ഉണ്ടായിട്ട് അതിൻ്റെ റൈഡിങ് കംഫേർട്ടില്ല, അതിൻ്റെ സീറ്റിംഗ് കംഫേർട്ടില്ലെങ്കിൽ ആ റീഫൈൻ ആയിട്ടുള്ള എൻജിനോട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വീട്ടിൽ വെക്കലല്ലേ ചെയ്യുന്നത്. റീഫൈൻഡ് എൻജിൻ എന്ന് പറഞ്ഞാൽ സ്മൂത്ത്നെസ് ഓക്കെ, സ്മൂത്ത്നെസ് നമുക്ക് വേണം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമുക്കതിൻ്റെ റൈഡ് ക്വാളിറ്റി, റൈഡിങ് കംഫേർട്ട്, റൈഡിങ് പൊസിഷൻ എല്ലാം നോക്കണം നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ. നമ്മളെ ബോഡി സൈസ് അനുസരിച്ച്, ഹൈറ്റ് അനുസരിച്ച്, അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള വണ്ടികൾ നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഒരുപാട് വണ്ടികൾ നമ്മൾ സർവീസിൽ വരുന്ന എല്ലാ വണ്ടികളും വരാറുണ്ട്, പ്രീമിയം വണ്ടി എല്ലാ വണ്ടിയും വരാറുണ്ട്. പക്ഷെ അതൊക്കെ ഓടിക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ റോയൽ എൻഫീൽഡ് എന്ന ബ്രാൻഡ് എൻ്റെ അഭിപ്രായത്തിൽ വെറുത്താണ് എന്ന് പറയാം. ഒരിക്കലും ഒരു പിന്നെ വാല്യൂ ഫോർ മണി, നമുക്ക് അത്ര പൈസ കൊടുക്കുന്നുള്ള പൈസക്കുള്ള മൂല്യം ആ വണ്ടിയുണ്ട്. പിന്നെ ന്യൂജൻ ആളുകൾ, അതായത് ന്യൂ ജനറേഷൻ ബാക്കിയുള്ള ബൈക്ക് ജപ്പാനീസ് വണ്ടികളും മറ്റൊക്കെ ഉപയോഗിച്ച് പരിചയമുള്ള ആളുകൾ, എടുത്ത ആളുകൾ പെട്ടെന്ന് റോയൽ എൻഫീൽഡിലേക്ക് വരുമ്പോഴാണ് അവർക്കൊക്കെ ഒരുപാട് വിഷയങ്ങളും നെഗറ്റീവായിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതൊരു സാധനം എടുക്കുമ്പോഴും ഏതൊരു ബ്രാൻഡ് എടുക്കുമ്പോഴും അതിനെ ശരിക്കും പഠിച്ച് അതെങ്ങനെ ഉപയോഗിക്കണം, ഏതൊരു പ്രോഡക്റ്റും നമ്മൾ ഉപയോഗമാണല്ലോ. ഏതൊരു സാധനം എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാലും നമ്മളെങ്ങനെ അതിനെ കെയർ ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് നമുക്കതിൻ്റെ എക്സ്പെൻസ് വരിക. എനിക്ക് ഈ വണ്ടിയിൽ വല്ലാത്തൊരു എക്സ്പെൻസ് ഒന്നും വന്നതായിട്ട് എനിക്ക് പറയാനില്ല. സാധാ സർവീസ് കോസ്റ്റിന് വന്നിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഉപയോഗം കൊണ്ടാണോ എന്നറിയില്ല, എന്നാലും എനിക്കിതൊരു വിഷയം നമ്മളതിൻ്റെ കെയർ ചെയ്ത് തന്നെ കൊണ്ടുനടക്കുള്ളൂ. അതല്ലാതെ നമ്മളൊരു KTM ഡ്യൂക്ക് ഉപയോഗിക്കുന്ന മാതിരി റോയൽ എൻഫീൽഡൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ KTM ഡ്യൂക്കിൻ്റെ ഒരു ക്രേസിലുള്ള ആൾക്കാർ KTM ഡ്യൂക്ക് ആ ഒരു കാറ്റഗറി, ആ ഒരു സ്പോർട്സ് സ്റ്റേഡിയത്തിലേക്ക് പോവുക. അതൊരിക്കലും ഈ റോയൽ എൻഫീൽഡ് UC വണ്ടികൾ അതിന് ഉപയോഗിക്കരുത്. നമ്മളൊരു ലെജൻഡായിട്ടുള്ള റൈഡിംഗ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ റോയൽ എൻഫീൽഡിലെ വണ്ടികൾ എടുത്തിട്ട് ആ ഒരു 60, 70, 80 സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഇതന്നെ നോക്കട്ടോ, ഞാൻ സാധാരണ 50, 55, 60ൻ്റെ അതിൽ തന്നെയാണ് വണ്ടി പോകുന്നത്. ഞാനിപ്പോൾ ഗിയർ മാറ്റങ്ങൾ വളരെ റെയറായിട്ട് കണ്ടിട്ടുണ്ടാവുള്ളൂ. ഞാൻ അതിൽ വേറെ കാര്യങ്ങൾ സംസാരിച്ചില്ല, ആ ഒരു വിഷയത്തിലേക്ക് വിട്ടുപോയിട്ടോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ വരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സംശയം ചോദിക്കാറുണ്ട്. ജെ സീരീസ് വണ്ടികളെല്ലാം തന്നെ സെയിം ക്രാങ്ക് വെയിറ്റ് ആണ് വരുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വണ്ടിയിലും ക്രാങ്ക് വെയിറ്റ് കൂടുതലോ കുറവൊന്നുമില്ല. പിന്നെ അതിൻ്റെ ബാലൻസ് വീൽ വരുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ക്രാങ്ക് വെയിറ്റ് കൂട്ടാനോ ഒന്നും പറ്റില്ല. അതെങ്ങനെയാണ് കമ്പനി കൊടുത്ത് അങ്ങനെ ഉപയോഗിക്കുക. അത് കംപ്ലീറ്റ്ലി റീഫൈൻഡ് എൻജിൻ വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് മെറ്റിയോർ. അതേമാതിരി ആ കാറ്റഗറി വരുന്ന വണ്ടി 100 ആണേലും സ്റ്റാൻഡേർഡ് ആണേലും എല്ലാ വണ്ടികളും ഉള്ള എൻജിൻ ഒന്ന് തന്നെയാണ്. അതിൻ്റെ ക്രാങ്ക് വെയിറ്റും സെയിം തന്നെയാണ്. അതുകൊണ്ട് ആരും എടുത്തിട്ട് അതിൻ്റെ ക്രാങ്ക് വെയിറ്റ് കൂട്ടിക്കളയാമെന്ന് ചിന്തിക്കേണ്ട, അത് നടക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് UC എൻജിനിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസിക് വേണമെങ്കിൽ സ്റ്റാൻഡേർഡിൻ്റെ ക്രാങ്ക് വെയിറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ തണ്ടർബേർഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പോൾ തണ്ടർബേർഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ക്രൂസിങ്ങിന് താല്പര്യമുള്ള ഒരു ചെറിയ ചിലവിൽ നമുക്ക് ക്രൂസിങ് താല്പര്യം ഉണ്ടെങ്കിൽ നല്ല ലോ കിലോമീറ്റർ എന്ന് ഞാൻ പറയില്ല, ഹൈ കിലോമീറ്റർ ആയാലും യാതൊരു കുഴപ്പമില്ല.
പാർട്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് ഹൈ സ്പീഡിലൊന്ന് റേസ് ചെയ്ത് കൊണ്ടുകൊടുക്കാത്ത വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രൂസിങ് രീതിയിൽ കൊണ്ടുവിടുന്ന ആളാണ്. വണ്ടി നല്ല വണ്ടിയാണ്. ഇപ്പോൾ കഴിയുന്നതും അലോയ് വീൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ട്രിപ്പിങ്ങിനൊക്കെ ട്യൂബ്ലെസ് ടയർ ഉപയോഗിച്ചിട്ട് ഓടാനും പറ്റും. കാരണം ബാക്കിലെ ടയറൊക്കെ അയക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും, പുറത്തുള്ള എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാൽ. അപ്പോൾ അലോയ് വീൽസൊക്കെ ചെയ്തിട്ട് ട്യൂബ്ലെസ് ടയറൊക്കെ കയറ്റിയിട്ട് നമുക്ക് റൈഡിങ്ങിന് പറ്റിയൊരു വണ്ടിയാണ് തണ്ടർബേർഡ്. അപ്പോൾ അതിനായിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടി തന്നെയാണ്, ശരി ക്രൂസിങ്ങിന് ഇറക്കിയ വണ്ടിയാണ്. പക്ഷെ നല്ലൊരു മിഡ് റേഞ്ച് ടോർക്ക് തരുന്ന വണ്ടി എന്ന് തന്നെ പറയാം കേട്ടോ. ഹൈ സ്പീഡ് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിൽ വണ്ടിയിൽ ഹൈ സ്പീഡൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ഒരു 60, 70, 80 മുകളിലൊന്നും ഈ വണ്ടിയിൽ ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ സാധാ യൂസ് ഈ വണ്ടിയിൽ ഉപയോഗിക്കാറില്ല. അതൊക്കെ അതിനായിട്ടുള്ള വണ്ടികൾ നിങ്ങൾക്ക് 100+ ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൂപ്പർ മെറ്റിയോറോ അതല്ലെങ്കിൽ ഇൻറ്റർസെപ്റ്ററോ അല്ല GT ഒക്കെ എടുക്കാവുന്നതാണ്. ഇത് എപ്പോഴും നമ്മുടെ ഈ കാറ്റഗറി വണ്ടി 60, 70, 80 സ്പീഡിൽ 90 മാക്സിമം പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൻ്റെ മുകളിൽ 110 അല്ല 120 പോയിട്ട് വൈബ്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനൊരു പറ്റിയ വണ്ടിയല്ല ഇതെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഹാർലി ഡേവിഡ്സൻ്റെ 48 എന്ന വണ്ടികളൊക്കെ 100% എത്തിയാൽ മാത്രമേ സ്മൂത്ത് ആവുള്ളൂ. കാരണം അതാണ് എല്ലാ വണ്ടികളും അതേ വണ്ടി വൈബ്രേഷനാണ്. 100% ഹൈവേയിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി സ്മൂത്തായി ഓടിക്കാൻ പറ്റില്ല. അയണാലും അത് തന്നെ ലോ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ട്. ഓരോ വണ്ടികളും അതിൻ്റേതായ രീതിയിലാണ് നമ്മൾ കമ്പനി ഇറക്കിയിട്ടുള്ളത്. അത് അറിഞ്ഞിട്ട് വണ്ടി എടുക്കുമ്പോൾ ഒരു വണ്ടിക്ക് നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല. അതല്ല നമുക്കൊരിക്കലും ആപ്റ്റാവാത്തൊരു വണ്ടി എടുത്തിട്ട് ആ വണ്ടിയെക്കുറിച്ച് നെഗറ്റീവ് പറയാമെന്നുള്ള ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ സംഗതിയല്ലല്ലോ. തണ്ടർബേർഡ് എടുക്കുന്നവർ ലോങ് റൈഡിങ് ഡെയിലി റൈഡൊക്കെ ഉണ്ടെങ്കിൽ ഹൈവേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഏതൊരു വണ്ടിയേക്കാളും കൂടുതൽ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഒന്നാമത് ഷോൾഡർ പെയിൻ ഉണ്ടാവില്ല, ഷോൾഡറിന് സ്ട്രെസ് ഒന്നും അനുഭവപ്പെടില്ല എന്നുള്ളതാണ് വലിയൊരു സുഖം. പിന്നെ നമ്മളെ ഫുഡ് പാക്ക് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫോർവേഡ് കൺട്രോൾ അല്ലെങ്കിലും കൂടെ ക്ലാസിക്കിനേക്കാളും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് മുന്നോട്ടായതുകൊണ്ട് തന്നെ ഗിയർ മാറ്റാനും ശരിക്കും ലോക്കായി ഇരിക്കാനൊക്കെ കുറച്ചുകൂടി സുഖകരമാണ്. ഞാനിപ്പോൾ വീട്ടിലോട്ട് വരുന്ന വഴിയാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഷോപ്പിൽ നിന്ന് വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാൻ വരുന്ന വഴിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഞാൻ തണ്ടർബേർഡിൻ്റെ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം പൂർണ്ണമായിട്ട് പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഞാൻ എന്നാലും മാക്സിമം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.